ഒട്ടും പ്രതീക്ഷിക്കാതെ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ചാണ് ഇത്തരമൊരു ആക്രമണം നടന്നതെന്നാണ് വിവരം. ഈ കപ്പൽ ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുഎസ് സൈന്യം ഈ കപ്പലിനെ പിടിച്ചെടുത്തതെന്ന് ട്രംപ് പിന്നീട് തന്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ട് വഴി അറിയിക്കുകയായിരുന്നു. ഏതാണ്ട് 900 അടി നീളമുള്ള ഒരു കൂറ്റൻ ചരക്ക് കപ്പലാണ് ഇറാന്റേതായി ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. ഈ കപ്പലിന്റെ എഞ്ചിൻ റൂം യുഎസ് തകർത്തതായിട്ടും ട്രംപ് ട്രൂ സോഷ്യൽ കുറിച്ചിട്ടുണ്ട്. ഇതിന് വളരെ കടുത്ത പ്രതികരണം തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി അദ്ദേഹം വ്യക്തമാക്കുന്നത് യുഎസുമായി ഇനി തങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല, തങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് അബ്ബാസ് അറക്ചി പറയുന്നത്. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന ചർച്ച പരാജയപ്പെടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി യുഎസ് ആണെന്നും അബ്ബാസ് അറക്ചി പറയുന്നു. അതിന് പിന്നാലെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന കൂടി വരികയാണ്. IRGC വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇറാൻ യുഎസുമായി ഇനി യാതൊരുവിധ സമവായത്തിനുമില്ല, തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നതാണ് IRGCയുടെ പ്രസ്താവന.